ആണുങ്ങളിൽ ഈ വണ്ണക്കൂടുതൽ അല്ലെങ്കിൽ ഒബീസിറ്റിയും അതേപോലെ ടെസ്റ്റോസ്റ്ററോൺ ലെവലും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ ഇത് ആക്ച്വലി ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ അധികം ആൾക്കാർ ആരും റിയലൈസ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ പൊതുവേ ഒത്തിരി പേർക്ക് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരത്തിലുള്ള ഹോർമോൺസ്, ഇപ്പോൾ പുരുഷ ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. അതുകൊണ്ടാണല്ലോ ആ പൗരുഷ്യവും വൈറ്റാലിറ്റി എല്ലാം ഉണ്ടാവുന്നത്, വിറിലിറ്റി എല്ലാം ടെസ്റ്റോസ്റ്ററോൺ കൊണ്ടാണ്. അതിൻ്റെ അളവ് ശരീരത്തിലെ ഫാറ്റുമായിട്ട് ആക്ച്വലി റിലേറ്റഡ് ആണ്. അപ്പം എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ, കൊഴുപ്പ്, ഫാറ്റ്, ഈ ഫാറ്റ് സെൽസ്, ഇതിനകത്ത് ആരോമറ്റേസ് എൻസൈം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റോസ്റ്ററോൺ ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ മറ്റേതാക്കാൻ പറ്റും ഈ എൻസൈം ഉണ്ടെങ്കിൽ. ആരോമറ്റൈസ് എൻസൈം ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ആവും. അപ്പം എന്തുണ്ടാവും, പുരുഷന്മാർക്ക് ശരീരത്തിലുള്ള ടെസ്റ്റോസ്ട്രോൺ വലിയൊരു വിഭാഗം ഈസ്ട്രജനായിട്ട് മാറും. അപ്പം അവർക്ക് ടെസ്റ്റോസ്ട്രോൺ കുറയും, ഈസ്ട്രജൻ കൂടും. അപ്പോൾ ഈ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള ഇതിനകത്താണ് ഈ എൻസൈം ഉള്ളത്. അപ്പോൾ എത്ര ഫാറ്റ് കൂടുതലുണ്ടോ അത്രയും ഈ ടെസ്റ്റോസ്ട്രോൺ ഇതായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പൊതുവേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ എഫക്റ്റ് എല്ലാം കുറയും. അപ്പോൾ പിന്നെയും വണ്ണം വെക്കാനുള്ള ഒരു സാധ്യതയും കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി ടെസ്റ്റോസ്റ്ററോൺ ആണ് അവരെ ഒരു ആക്റ്റീവ് ആക്കുന്നത്. അതായത് എക്സസൈസ് ചെയ്യാനോ, ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യാനോ, മൂവ് ചെയ്യാനോ, മസിൽ ബിൽഡ് ചെയ്യാനോ ഒക്കെ ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ഇത് കുറയുമ്പം മസിൽ കുറയുമ്പം പിന്നെയും ഫാറ്റ് കൂടി, ഇതൊരു സൈക്ലിക്കലായിട്ട് കൂടിക്കൂടി വരും. അപ്പോൾ ഈസ്ട്രജൻ കൂടുമ്പം ആ ഫെമിനൈനായിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് കൂടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കൊഴുപ്പുള്ള പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നത് മാത്രമല്ല, ഈസ്ട്രജൻ്റെ കൂടുമ്പം അതിൻ്റേതായ വ്യത്യാസം ശരീരത്തിലുണ്ടാവും, ആ ബിഹേവിയറിലുണ്ടാവും, ആ തോട്ടിലുണ്ടാവും, പിന്നെ സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ എടുത്തറിയാം. അപ്പോൾ ഈ റെക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണശേഷി കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നോക്കുമ്പോൾ ഇതുമായിട്ട് നല്ല റിലേഷനുണ്ട്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിന് 1-2 കുട്ടികളുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ അടുത്തൊരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യും. അപ്പം വൈഫിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ആളൊട്ടും ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. ആൾ കുറച്ചൊരു പ്ലംബി ആയിട്ടുള്ള ശരീരപ്രകൃതി ആയിരുന്നു, ഹൈറ്റ് കുറവായിരുന്നു, കുറച്ച് ഒരു 110 kg അങ്ങനെ കണ്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വിശദമായിട്ട് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അനാലിസിസ് ചെയ്യും. അപ്പോൾ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ ആൾക്ക് എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ മിൽക്ക്, എഗ്ഗ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറേ കഴിക്കുമെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇയാളുടെ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയെന്താണെന്ന് വെച്ചാൽ, ആളുടെ ടെസ്റ്റോസ്റ്ററോൺ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നോർമൽ റേഞ്ചിൽ തന്നെ ഏറ്റവും ലോ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആളുടെ ഈസ്ട്രജൻ ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവർക്ക് കപ്പിളിന് തെറാപ്പി, സെക്സ് കൗൺസിലിംഗ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഒരു ഡയറ്ററി ചേഞ്ചും ഒരു എക്സസൈസ് പ്ലാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത 3 മാസത്തേക്ക് ആൾ ഡയറ്റ് ചേഞ്ച് ചെയ്തതിൽ താൽക്കാലികമായിട്ട് എഗ്ഗ്, ചിക്കൻ, മിൽക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് നന്നായിട്ട് തന്നെ കുറയ്ക്കാൻ പറഞ്ഞു, താൽക്കാലികമായിട്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു. പക്ഷേ ഈ ഒരു നമ്മൾ ആയുർവേദത്തിൽ പഥ്യം പറയണ പോലെ തന്നെ പറഞ്ഞു. എന്നിട്ട് ആൾ മറ്റേ എക്സസൈസ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓവർ ദ നെക്സ്റ്റ് 3 months പീരീഡ് ആൾ വെയിറ്റ് കുറയുകയും ചെയ്തു. നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ടെസ്റ്റോസ്റ്ററോൺ കൂടിയിട്ടുണ്ടാവും, ഈസ്ട്രജൻ കുറഞ്ഞിട്ടുണ്ടാവും. ടെസ്റ്റോസ്റ്ററോൺ കൂടി, ഈസ്ട്രജൻ കുറഞ്ഞു. അപ്പോൾ ആൾക്ക് ആദ്യം നോക്കിയപ്പോൾ ഈസ്ട്രജൻ 450 ആ ഒരു റേഞ്ച് ആയിരുന്നു, ടെസ്റ്റോസ്റ്ററോൺ ഒരു 300 അത്രേ ഉണ്ടായുള്ളൂ. രണ്ടാമത് നോക്കിയപ്പം ഈസ്ട്രജൻ 180 ആയി, ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടി കുറച്ചും കൂടെ ഹയർ റേഞ്ചിലായി. ആളുടെ വെയിറ്റ് ഒരു റഫ്ലി 15 kg ആൾക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞതുകൊണ്ടും ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇനി ഡയറ്ററി ഇത് മേ ബി ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ആളുടെ തമാശ എന്താ വെച്ചാൽ, ആളുടെ സെക്ഷുവൽ ഫങ്ഷനിൽ വലിയ വ്യത്യാസം വന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇത് ടൈം എടുത്തിട്ടാണ് അത് ശരിയാവണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ തെറാപ്പി അനദർ ഒരു 3 to 6 months കൊടുത്തിട്ടാണ് ആളുടെ സെക്ഷുവൽ ഫങ്ഷൻ അത് കഴിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നു നെർവ്സാണ് ഇതൊക്കെ.
അപ്പോൾ സഡനായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കില്ല, പിന്നെയും കുറച്ച് ടൈം എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ആളുടെ കോൺഫിഡൻസിലും ഇതിലൊക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ആളുടെ വൈഫിന് കുറച്ച് ഈ PCOD ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇച്ചിരി അഗ്രസീവായിരുന്നു, എപ്പോഴും ഇത് ശരിയാവണില്ല, നിങ്ങൾ കൊള്ളില്ല, അങ്ങനെയൊക്കെ കുറച്ചൊരു അക്യൂസേഷനുള്ള ഒരു നേച്ചറായിരുന്നു. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞത് കൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് തെറാപ്പി വഴി റിവേഴ്സ് ചെയ്യാൻ പറ്റി. വണ്ണമുള്ള പുരുഷന്മാരിലുള്ള ഈ പ്രശ്നത്തിന് ഒരു നല്ലൊരു പരിഹാരം ആക്ച്വലി വെയിറ്റ് റിഡക്ഷനും, പിന്നെ തമാശ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയുമ്പോൾ തന്നെ അവർക്ക് എക്സസൈസ്, ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നതുകൊണ്ട് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ തോന്നും. ആ ഒരു ഇനീഷ്യൽ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പിന്നെ ചില പുരുഷന്മാരിൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ആക്ച്വലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് എക്സ്പെഡൈറ്റോ, അതായത് സ്പീഡിൽ നടക്കും. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്ന പുരുഷന്മാരിൽ ഗ്രാഫുണ്ട്. നമ്മൾ ഓവർ 10 വർഷം കൊടുക്കുവാണെങ്കിൽ ഗ്രാഫ് വെയിറ്റിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി ആഫ്റ്റർ 1 ഇയർ, ആഫ്റ്റർ 2 ഇയർ, ആഫ്റ്റർ 3 ഇയർ, ആഫ്റ്റർ 4 ഇയർ, ഇങ്ങനെ ഗ്രാജ്വലി 6 വർഷം എടുത്ത് 6 വർഷവും പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ എത്ര വർഷം കൂടുതലെടുക്കും അതനുസരിച്ച് കുറയും. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റിന് ഈ വെയിറ്റ് റിഡക്ഷൻ ഇതിൽ കാണുന്നുണ്ട്, ആക്ച്വലി നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇയാളുടെ കേസിൽ വെയിറ്റ് റിഡക്ഷനും ഇത് ഇമ്പ്രൂവ്മെൻറ്റും മാത്രമല്ല, അയാളുടെ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം ബെറ്ററായി. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ കൊളസ്ട്രോൾ, ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ആളുടെ ബെറ്ററായി. ആക്ച്വലി വണ്ണം ഒരു മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ പരമാവധി കുട്ടികളിൽ അമിതവണ്ണം വരുത്താതെ നോക്കണം. ഇപ്പം നമ്മൾ പേരൻസ് ആണല്ലോ കുട്ടികളെ അധികവും ഫുഡ് കൊടുക്കുന്നതും ഇതും. ഇപ്പോൾ ഡയറ്ററി ഇത് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പിള്ളേർക്ക് ഫാസ്റ്റ് ഫുഡ്സ് കൊടുക്കുന്നതും അമിതമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതും ഫാറ്റി ഫുഡ് കൊടുക്കുന്നതും ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്, അത് ഈ ഡയറി പ്രോഡക്ട്സ് ഓവറായിട്ട് കൊടുക്കുന്നതും കുറവാക്കണം. ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പാല്, ചീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഒരു അളവിൽ കഴിക്കാം. പക്ഷെ അത് ഓവറായിട്ട് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ അത് കൂടാതെ പരമാവധി ഹെൽത്തി ആയിട്ട് ശ്രമിക്കണം. ഹാബിറ്റ്സ് വീട്ടിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് അത് അവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്ത് വന്നാൽ ആദ്യമേ ഉണ്ടാവില്ല. ഈ ഏജ് റിലേറ്റഡ് റിഡക്ഷൻ ഉണ്ട് ടെസ്റ്റോസ്റ്ററോൺ, ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞു. ആ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നത് വണ്ണമുള്ളവർക്ക് ഇനിയും കൂടുതലാണ്, ആക്സലറേറ്റ് ചെയ്യുന്നു, ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ കുറയും. അപ്പം എല്ലാം കൊണ്ടും ഇതാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം പലപ്പോഴും നല്ല വണ്ണമുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ജനറലി നോക്കുമ്പോൾ, അപ്പോൾ ജനറലൈസ് ചെയ്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ വണ്ണമുള്ളവരൊന്നും ഇതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. വണ്ണം കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വണ്ണം വെക്കാതിരിക്കുവാണെങ്കിൽ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് നല്ലതായിരിക്കും. എക്സസൈസ് ചെയ്ത് വണ്ണം കുറച്ചാൽ നിങ്ങളുടെ സ്വഭാവവും ശരീരവും നിങ്ങളുടെ പെർഫോമൻസും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും.